ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്ത്രീകളുടെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധാരാളമായി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊക്കെ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? എന്താണ് ഒരു സ്ത്രീക്ക് സുരക്ഷ ലഭിക്കാനുള്ള കാര്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ പറഞ്ഞു, 3 പെൺമക്കൾ അല്ലെങ്കിൽ സഹോദരിമാരെ ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം നിർബന്ധമാണ്. അപ്പോൾ ഒരു സ്ത്രീയെ വളർത്തുക, അന്നത്തെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ ഉണ്ടാവുക എന്നത് അപമാനവും അതിൻ്റെ ഭാഗമായി പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ചേരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഒരവകാശം, അവർക്കുണ്ടായിരുന്ന ഒരു അഭിമാന സംരക്ഷണം യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിന് പരിഹാരമായി ഒന്നാമതായുള്ളത് വിവാഹം തന്നെയാണ്. ഒരു പെൺകുട്ടി വളർന്നു വലുതാവുമ്പോൾ ഏതൊരു പിതാവും കൊതിക്കുന്നത് അവളെ നല്ല ഒരാളെ ഏൽപ്പിക്കണം എന്നാണ്. ഈ വൈവാഹിക രംഗത്ത് നല്ല ഒരാളെ ഏൽപ്പിക്കുക എന്ന ഒരു കാര്യം ഏറ്റവും പ്രധാനമാണ്. വിവാഹം കഴിയുന്നതോടുകൂടി ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ രക്ഷിതാവും ഒക്കെയായി ഭർത്താവ് മാറണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ദീനുള്ളവനെ ദീനുള്ളവളെ വിവാഹം കഴിക്കണം, ദീനിന് വിവാഹത്തിൽ മുൻഗണന നൽകണം, അഥവാ മതത്തിന് മുൻഗണന നൽകണം എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. ഒരുവൻ അവൻ്റെ ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറുന്നുണ്ടോ അവനാണ് ഏറ്റവും ഉത്തമമായ സ്വഭാവമുള്ളവൻ. അവരോടുള്ള കടപ്പാട് നിർവഹിക്കണം. നീ ഉടുക്കുന്നുണ്ടെങ്കിൽ അവളെ ഉടുപ്പിക്കണം, നീ കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ കഴിപ്പിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈവാഹിക രംഗത്ത് ധാരാളം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു ഭാര്യയിൽ എന്തെങ്കിലും ദോഷങ്ങൾ കാണുമ്പോൾ അതിന് പകരം അവളുടെ ഗുണങ്ങൾ ചിന്തിക്കാൻ ഇസ്ലാം പറയുന്നുണ്ട്. അതേപോലെ അവൾ വാരിയെല്ലുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ്, നിവർത്തിയാലും പൊട്ടും, വെറുതെ വിട്ടാൽ വളയും, ഇതും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീയോടെങ്ങനെ പെരുമാറണം, സ്ത്രീയോടെങ്ങനെ നിൽക്കണം എന്ന് കൃത്യമായി ഖുർആനും ഹദീസും വിവരിക്കുന്നുണ്ട്. ഭാര്യയോട് കൃത്യമായി കടപ്പാട് നിർവഹിക്കാത്തവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാസിച്ചിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്, അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. മാതാപിതാക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ് എന്ന ചോദ്യത്തിന് ഉമ്മയോട്, പിന്നെ ആരോടാണ് ഉമ്മയോട്, പിന്നെ ആരോടാണ് ഉമ്മയോട്, പിന്നെ ആരോടാണ് ഉപ്പയോട് എന്ന് മറുപടി പറയുന്നുണ്ട്. മാതാവിന് 3 ഇരട്ടി പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതുതന്നെ മറുപടി ധാരാളമായി. രണ്ടാമത്തെ ഒരു കാര്യം, സ്ത്രീ സംരക്ഷണത്തിനുള്ള കാര്യം വസ്ത്രധാരണമാണ്. ഇസ്ലാം പറഞ്ഞ വസ്ത്രം ധരിച്ചാൽ എന്താണ് ഉപകാരം? ഒന്ന്, അവളെ തിരിച്ചറിയും, അവൾ മാന്യയാണ്, നല്ലവളാണ്, അവളെ മോശപ്പെട്ട കാര്യത്തിന് കിട്ടില്ല എന്ന് തിരിച്ചറിയും. 2, ഉപദ്രവിക്കപ്പെടാതിരിക്കും. സ്ത്രീയെ ഒരു പ്രദർശന വസ്തു ആക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീ എന്നത് യഥാർത്ഥത്തിൽ ഒരു നല്ല പെട്ടിയിൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു പവിഴത്തെ പോലെ, ഒരു പവിഴം നിലത്തിട്ട് തട്ടിക്കളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ഒരു നല്ല പെട്ടിയിലാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതേപോലെ സ്ത്രീയെ വളരെ മൂല്യവത്തായ ഒരു കാര്യമായിട്ടാണ് അള്ളാഹു ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുവചനങ്ങളുടെയും പരിചയപ്പെടുത്തിയത്. വസ്ത്രം നല്ല നിലക്ക് ധരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. വസ്ത്രം ധരിച്ചിട്ടും ധരിക്കാത്ത രൂപത്തിൽ
സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൻ്റെ സുഗന്ധം പോലും അവർക്ക് ലഭിക്കാത്തത്ര അകലത്തിലായിരിക്കും അവരുണ്ടായിരിക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം സ്ത്രീയുടെ സുരക്ഷ തന്നെയാണ്. ആ സ്ത്രീയുടെ സുരക്ഷ, വസ്ത്രം അതിലൊരു പ്രധാന ഘടകമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് സ്ത്രീ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധിക്കുക. മൂന്നാമത്തെ ഒരു കാര്യം, അനുയോജ്യമായ ജോലികൾ അതെടുക്കുന്നത് സ്ത്രീക്ക് തടസ്സമില്ല. ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി ആലോചിക്കേണ്ടത് ജോലിസ്ഥലം, ജോലിസ്ഥലത്തെ പൊസിഷൻ, സ്ഥാനമൊക്കെ സബ് റോളാണ്, അഥവാ രണ്ടാമത്തെ റോളാണ്. ഒന്നാമത്തെ റോള് ഭാര്യ, ഉമ്മ, പിതാവ്, ഭർത്താവ്, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ റോളുകൾ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും കരിയറും ഉണ്ടാക്കി ജീവിതത്തെ പച്ചപിടിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് വിചാരിക്കുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഈ സബ് റോളുകളെക്കാൾ മെയിൻ റോളുകളായ ഭാര്യ, ഉമ്മ എന്നതിലൊക്കെ പൂർണ്ണമായ ഒരവസ്ഥയിൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പാത്രീഭൂതരാകാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ നല്ല സ്ത്രീയാവുക എന്ന് വിചാരിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് സ്വത്ത് സമ്പാദിക്കാനും കൈവശം വെക്കാനും ഇഷ്ടം പോലെ അത് വിതരണം ചെയ്യാനുമുള്ള, അത് അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പെർമിഷനുണ്ട്. അത് ഇസ്ലാമിൻ്റെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു പുരുഷൻ സമ്പാദിക്കുന്നതിൽ നിന്ന് സ്ത്രീക്ക് ഓഹരിയുണ്ട്. അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ടത് പുരുഷനാണ്. എന്നാൽ ഒരു സ്ത്രീ സമ്പാദിക്കുന്നതിൽ നിന്ന് സ്ത്രീയുടെ അനുവാദത്തോടു കൂടിയാണ് പുരുഷൻ അതിൽ നിന്ന് കാര്യങ്ങൾ, ആ പണം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന ഒരു കാര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നതൊരിക്കലും സ്ത്രീ അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീയെ കൊണ്ടുപോയിടുക എന്നതല്ല. ഇതിൽ അവസാനമായി പറയാനുള്ള ഒരു കാര്യം, സ്ത്രീ സ്വാതന്ത്ര്യം ഉദ്ഘോഷിക്കുകയും ഇസ്ലാമിൻ്റെ സ്ത്രീ സുരക്ഷയ്ക്കുള്ള ആ മാർഗങ്ങളെ അവഗണിക്കുകയും അങ്ങനെയൊന്നുമല്ല എന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ സ്ത്രീയെ ചൂഷണം ചെയ്യുന്ന വലിയ ഒരു കാര്യമാണ് ചെയ്യുന്നത്, വലിയൊരു പാപമാണ് ചെയ്യുന്നത്. സ്ത്രീയെ വിവസ്ത്രയാക്കാനും അർദ്ധവസ്ത്രയാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീയെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. സ്ത്രീ ധരിക്കേണ്ട രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ അനുവദിക്കുക, അവളൊരു മാന്യമായി ജീവിക്കുക, സമൂഹത്തിലൊരു മാന്യതയുള്ളവരായി അവൾ നിലനിൽക്കുക എന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോഴേ സ്ത്രീക്ക് പൂർണ്ണമായി സുരക്ഷ ലഭിക്കുകയുള്ളൂ. സ്ത്രീ സ്വതന്ത്രയാവണമെന്ന് ഉദ്ഘോഷിക്കുന്നവരിൽ തന്നെ അവരിൽ നിന്നും തന്നെ ധാരാളം പീഡന കേസുകളും അതേപോലെ എന്നെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ധാരാളം ദുഷിച്ച വാർത്തകൾ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വാർത്തകൾ പുറത്തു വരുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി പരസ്യ മേഖലയാണെങ്കിലും സിനിമാ മേഖലയാണെങ്കിലും വേറെ ഏത് മേഖലയാണെങ്കിലും അവിടെയൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരുന്നതിന് കാരണം വസ്ത്രധാരണവും അവരെ മാനിക്കാത്തതും അവരെ ആദരിക്കാത്തതുമാണ്. ഒരു സ്ത്രീയെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ആരെങ്കിലും വിധവയെ സംരക്ഷിച്ചാൽ രാത്രി നമസ്കരിച്ചവൻ്റെയും പകൽ നോമ്പ് നോറ്റവൻ്റെയും പ്രതിഫലം കിട്ടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബലകളെ സംരക്ഷിക്കുക. പെൺകുട്ടികളെ നോക്കിയാൽ ആദ്യത്തിൽ പറഞ്ഞ പോലെ തന്നെ 3 പെൺകുട്ടികളെ വളർത്തിയാൽ അവർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ നബിയെ 2 പെൺകുട്ടികളെ വളർത്തിയാലോ? അവളും സ്വർഗത്തിലാണ്. അപ്പോൾ വേറെ ആൾ ചോദിച്ചു, 1 പെൺകുട്ടിയെ വളർത്തിയാലോ? അവരും സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഒരു പ്രോത്സാഹനമാണ് മാന്യതയോടുകൂടി ഒരു കുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഈ കുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നത്
വിവാഹം ചെയ്ത ആളുകൾ, ഭർത്താക്കന്മാർ ഭാര്യമാരോട് നീതിയുക്തമായും വളരെ മാന്യതയോടും കൂടി പെരുമാറുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രതിഫലമുള്ള കാര്യമാണ് എന്ന് തിരിച്ചറിയുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.